അങ്ങനെ നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സാമി സെയിൻ WWE ചാമ്പ്യനായി മാറിയിരിക്കുന്നു. നിന്റെ കൂടെ വന്നവരെല്ലാവരും ചാമ്പ്യനായി, പക്ഷെ നീ മാത്രം ആയില്ലല്ലോ എന്ന് കളിയാക്കിയവർക്ക് എല്ലാവർക്കും തന്നെയുള്ള ഒരു കിടിലൻ മറുപടിയായിരുന്നു സാമി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സൗദിക്കാരുടെ നാട്ടിൽ വെച്ച്. അതുമാത്രമല്ല, റോമൻ റെയിൻസിനെതിരെയോ സാമി സെയിനെതിരെയോ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഓബ ഫെമി ആയിരിക്കും. അതെ, കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഓബ ഫെമിയും വിജയിക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നറിന് ശേഷം ഡെബ്യൂ ചെയ്ത അതേ വർഷത്തിൽ കിങ് ഓഫ് ദ റിംഗ് ആയി മാറുന്നത് ഓബ ഫെമിയാണ്. അത്രത്തോളമാണ് ഓബയ്ക്കുള്ള സപ്പോർട്ട്. പിന്നെ ഏറ്റവും ഗടാഗടിയനായിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് അത് മറ്റാരുടേതുമായിരുന്നില്ല, സെത്ത് റോളിൻസിന്റെയും ബ്രോൺ ബ്രേക്കറിന്റെയും സ്റ്റീൽ കേജ് മാച്ച് ആയിരുന്നു. ചോരക്കളിയായിരുന്നു ആ ഒരു മാച്ചിൽ മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. നല്ല കിഡിലൻ പെർഫോമൻസ്, രണ്ടുപേരുടെയും പ്രൈം ടൈമിലെ പീക്ക് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ആ ഒരു മാച്ചിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് 2026 നടന്നിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി വന്നാലോ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് തുടങ്ങിയത് തന്നെ ആദ്യത്തെ മാച്ച് തന്നെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനലായിരുന്നു. ഓബ ഫെമി വേഴ്സസ് ജെ ഉസോ തമ്മിലുള്ള മത്സരം. സാധാരണ ജെ ഉസോ വരുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവാറുള്ളത്, ഏറ്റവും കൂടുതൽ ഫാൻസിന്റെ ഒച്ചയും വിളിയും കേൾക്കാറുള്ളത്. എന്നാൽ ഇത്തവണ നേരെ തിരിച്ചായിരുന്നു. ഓബ ഫെമിക്കായിരുന്നു അത്രത്തോളം ഫാൻ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓബ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫ്ലാഷ് ലൈറ്റുകൾ വെച്ച് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടിപൊളിയായിരുന്നു. സൗദി അറേബ്യൻ ഫാൻസ് വളരെ കിഡിലനായിട്ട് ആ ഒരു ഓബയുടെ എൻട്രൻസിനെ വരവേറ്റിട്ടുണ്ടായിരുന്നു. ബ്രോക്ക് ലെസ്നറിനെതിരെ പെട്ടെന്ന് തന്നെ വിജയിച്ച വ്യക്തിയാണ് ഓബ എന്നുള്ളത് കൊണ്ട് ജെ ഉസോയെ പുഷ്പം പോലെ തോൽപ്പിക്കുമെന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നാൽ അത്രയ്ക്ക് പുഷ്പം പോലെ ഒന്നും ആയിരുന്നില്ല മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും കട്ടക്ക് നിന്നിട്ടുണ്ടായിരുന്ന നല്ല മാച്ച് തന്നെയായിരുന്നു നടന്നത്. ജെ ഉസോ ഒരുപാട് ചെറിയ അടികൾ അടിക്കുന്നതും എന്നാൽ ഓബയുടെ ഒരൊറ്റ തള്ളിന് ജെ ഉസോ തെറിച്ചു പോകുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. റിംഗ് സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഓബയെ എടുത്ത് തള്ളി കോർണർ പോസ്റ്റിൽ ഇടിപ്പിക്കുന്ന ജെ ഉസോയെ കണ്ടു. റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന ഓബയുടെ മേലേക്ക് സൂയിസൈഡ് ഡൈവ് 2 തവണ ചെയ്യുന്ന ജെ ഉസോയെ കണ്ടു. ജെ ഉസോയെ ചോക്ക് സ്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഉസോയുടെ കയ്യിൽ നിന്നും സൂപ്പർ കിക്കുകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പവർ ബോംബ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും അതും കഴിഞ്ഞില്ല. ജെ ഉസോ അവിടെ നിന്നും ചാടിപ്പോയി വീണ്ടും സൂപ്പർ കിക്കുകൾ കൊടുക്കുകയുണ്ടായി. ജെ ഉസോ സ്പ്ലാഷ് ചെയ്യുകയുണ്ടായി. പക്ഷേ സ്പ്ലാഷിൽ നിന്നും പിൻ ചെയ്യാൻ പോലും ജെ ഉസോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും അതാ ഉസോയുടെ കഴുത്തിന് പിടിച്ച് ഓബ ഫെമി ഉസോയെ ഒരു ചോക്ക് സ്ലാം ചെയ്തു. പക്ഷെ ചോക്ക് സ്ലാമിലൂടെ നമ്മുടെ ജെ ഉസോയെ ഈ ടണനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ജെ ഉസോ 3 സൂപ്പർ കിക്കുകളും 2 സ്പീറും കൊടുത്തതിന് ശേഷമായിരുന്നു ഓബ ഫെമി ഒന്ന് നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നത്. അത്രയും പവർ ആയിരുന്നു പഹയന്. വീണ്ടും അതാ സ്പ്ലാഷ് ചെയ്തു ഓബ ഫെമിയെ. എന്നാൽ ഒറ്റ സ്പ്ലാഷ് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ജെ ഉസോക്ക് തന്നെ ഉറപ്പായത് കൊണ്ടായിരിക്കണം അദ്ദേഹം വീണ്ടും ഒരു സ്പ്ലാഷ് കൂടി ചെയ്തു. എന്നിട്ട് പിൻ ചെയ്ത് നോക്കി. ഓബയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല. പിന്നീട് ജെ ഉസോ അദ്ദേഹത്തിന്റെ വജ്രായുധം പുറത്തെടുത്തു. റെസ്ൽമേനിയയിൽ ഗന്ധറിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്ലീപ്പർ ഹോൾഡ് അത് ചെയ്തുകൊണ്ട് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഓബയുടെ പവറിന് മുൻപിൽ സ്ലീപ്പർ ഹോൾഡ് ഒന്നുമല്ല. ഓബ എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിന്റെ 2-3 റണ്ണിംഗ് മൂവുകളും ഒരു ഡ്രോപ്പിംഗ് മൂവും ഏറ്റവും അവസാനം അതാ പവർ ബോംബും ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിച്ച് കിങ് ഓഫ് ദ റിംഗ് 2026 ഓബ ഫെമി സ്വന്തമാക്കുകയുണ്ടായി. ജെ ഉസോ ഇപ്പോൾ ബ്ലഡ് ലൈനിൽ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജെ ഉസോയെ ഓബ തോൽപ്പിക്കുന്ന രീതിയിൽ കാണിക്കാനും പറ്റില്ല. രണ്ടുപേരും നല്ല വൃത്തിയാക്കി മത്സരിച്ചു. ഓബ ഫെമി വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് സമ്മർ സ്ലാമിൽ ഓപ്പർച്യൂണിറ്റി നേടുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2026 അഥവാ ഈ വർഷത്തിൽ ഡെബ്യൂ ചെയ്തിട്ടുള്ള മെയിൻ റോസ്റ്ററിലേക്ക് വന്നിട്ടുള്ള ഒരു താരമാണ് ഓബ. ഫാൻസിന്റെ മുഴുവൻ സപ്പോർട്ടും കിട്ടുന്നത് ഓബയ്ക്കാണ്. 2002 ബ്രോക്ക് ലെസ്നർ WWE എങ്ങനെയാണോ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെവൽ പുഷാണ് ഇപ്പോൾ ഓബ ഫെമിക്ക് കിട്ടുന്നത്. മത്സരശേഷം നിക്ക് ആൽഡിസ് വന്നുകൊണ്ട് കിങ്ങിന്റെ ക്രൗൺ അഥവാ കിരീടമെടുത്ത് ഓബയുടെ കയ്യിലേക്ക് കൊടുക്കുകയുണ്ടായി. ഈ ആഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന റോ എപ്പിസോഡിൽ എന്തായാലും റോമൻ റെയിൻസിനെ എതിരിടാൻ വേണ്ടി അല്ലെങ്കിൽ റോമൻ സംസാരിക്കുന്ന സമയത്ത് ഇന്റർഫിയർ ചെയ്തുകൊണ്ടെങ്കിലും ഓബ ഫെമി കടന്നു വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അടുത്തതായിട്ട് നടന്ന കിഡിലൻ മാച്ച് എന്ന് പറഞ്ഞാൽ സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള സ്റ്റീൽ കേജ് മാച്ച് ആയിരുന്നു. സ്റ്റീൽ കേജ് മാച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. ടേബിൾ ഉണ്ടായിരുന്നു, ചെയർ ഉണ്ടായിരുന്നു, കെൻഡോ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. മാച്ച് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കെൻഡോ സ്റ്റിക്ക് ഉപയോഗിച്ച് സെത്ത് റോളിൻസിനെ ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കെൻഡോ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റോളിൻസിന്റെ കയ്യിലായിരുന്നു. റോളിൻസ് 1-2 അടിയൊന്നും ആയിരുന്നില്ല അടിച്ചിട്ടുണ്ടായിരുന്നത്. നിർത്താതെ അടിയോടടി അടിച്ച് ആ ഒരു കെൻഡോ സ്റ്റിക്ക് പൊട്ടുകയുണ്ടായി. ബ്രോൺ ബ്രേക്കറിന്റെ പുറം പൊളിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്റ്റീൽ ചെയറിന് മുകളിൽ റോളിൻസ് ഇരിക്കുന്ന സമയത്ത് അതാ
വീണ്ടും റിംഗ് റോപ്പിന്റെ മുകളിൽ നിന്നും ബ്രോൺ ബ്രേക്കർ നേരെ ചാടുന്നത് റോളിൻസിന്റെ മേലേക്ക്. തീർന്നില്ല, ഒരു ചെയർ നിവർത്തി വെച്ച് അതിന്റെ അകത്ത് റോളിൻസിന്റെ തല വെച്ച് തലക്കിട്ട് ചെയർ ഷോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രോൺ ബ്രേക്കറിന്റെ ശ്രമം. പക്ഷെ റോളിൻസ് ഉടനെ തന്നെ ഇറങ്ങി അദ്ദേഹത്തിന്റെ സൂപ്പർ കിക്കുകൾ 2 കൊടുത്തു. 3ാമത്തെ സൂപ്പർ കിക്ക് ചെയറും കൂട്ടിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്രോൺ ബ്രേക്കറിന്റെ തലയ്ക്ക്. 4ാമതായിട്ട് സ്റ്റോംപ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ബ്രോൺ ബ്രേക്കർ അദ്ദേഹത്തിന്റെ സ്പിയർ ചെയ്തു, പിൻ ചെയ്തു നോക്കി. ബ്രോൺ ബ്രേക്കറിന് വിജയിക്കാനായില്ല. റോളിൻസിന് ടേബിളിന്റെ മുകളിൽ കിടത്തിക്കൊണ്ട് ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ചാടാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രോൺ ബ്രേക്കർ ശ്രമിച്ചത്. എന്നാൽ ചാടുന്ന അതേ സമയത്ത് തന്നെ ബ്രോൺ ബ്രേക്കർ മുകളിലേക്ക് കയറി പോവുകയുണ്ടായി. കേജിന്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ടാണോ അതോ കേജിൽ നിന്നും ഇറങ്ങി ആ ഒരു മാച്ചിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. റോളിൻസ് ഉടനെ തന്നെ ഓടിക്കയറി എന്നിട്ട് ആ ഒരു ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ആ ഒരു കേജിന്റെ മുകളിൽ നിന്നിട്ടുണ്ടായിരുന്ന ബ്രോൺ ബ്രേക്കറെ എടുത്ത് ടേബിൾ പൊളിച്ചു. അതെ, താഴേക്ക് എടുത്തിട്ടു ഒരു സൂപ്ലക്സിലൂടെ. അതോടെ ബ്രോൺ ബ്രേക്കറുടെ തല മുഴുവൻ ചോരക്കളിയായിരുന്നു. സ്റ്റോംപ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന റോളിൻസിനിട്ട് വീണ്ടും ഒരു സ്പിയർ ബ്രോൺ ബ്രേക്കറിന്റെ വക കിട്ടി. റോപ്പിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടുള്ള കിഡ്ലൻ സ്പിയറും കൊടുത്തു. പക്ഷെ അതിലൂടെ സെത്ത് റോളിൻസ് തോറ്റില്ല. ഇനി വിജയിക്കാൻ വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ളത് കണ്ട ബ്രോൺ ബ്രേക്കർ കേജിന്റെ ഡോർ തുറക്കാൻ വേണ്ടി റെഫറിയോട് പറഞ്ഞ് ആ ഒരു ഡോർ വഴി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എന്നാൽ സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറെ പിടിച്ചു വെച്ചു. ബ്രേക്കർ കേജിന്റെ ഡോർ ഉപയോഗിച്ച് റോളിൻസിനെ തലക്കിട്ടടിച്ചു. അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്ന ടേബിളിന്റെ മുകളിലേക്ക് ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി ബ്രേക്കർ നോക്കി. എന്നാൽ റോളിൻസ് മാറി ബ്രേക്കർ നേരെ പോയി വീണിട്ടുണ്ടായിരുന്നത് ആ ഒരു ടേബിളിന്റെ മുകളിലേക്കായിരുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സെത്ത് റോളിൻസ് അദ്ദേഹത്തിന്റെ പെഡിഗ്രി ചെയ്തു, സ്റ്റോംപ് ചെയ്തു. ബ്രോൺ ബ്രേക്കറെ തോൽപ്പിക്കാനായില്ല മക്കളെ. ഫാൻസ് മുഴുവൻ അന്താളിപ്പിലായിരുന്നു. ബ്രോൺ ബ്രേക്കർ ദ പവർഫുൾ റെസ്ലർ എവർ. റോളിൻസ് വീണ്ടും സ്റ്റോംപ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബ്രോൺ ബ്രേക്കർ ഒന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ റോളിൻസിനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ആയിരുന്നു ബ്രോൺ ബ്രേക്കർ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റോളിൻസ് ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു സൂപ്പർ സ്റ്റോംപ് ബ്രോൺ ബ്രേക്കറെ ചെയ്യുകയുണ്ടായി. അതോടുകൂടി സെത്ത് റോളിൻസ് സ്റ്റീൽ കേജ് മാച്ചിലും വിജയിച്ചിരിക്കുന്നു. ഈ ഒരു മാച്ചോടുകൂടി സെത്ത് റോളിൻസും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് അവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് സെത്ത് റോളിൻസ് മറ്റേതെങ്കിലും ഫ്യൂഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. ബ്രോൺ ബ്രേക്കറും സെത്ത് റോളിൻസും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് അവിടെ അവസാനിക്കണം എന്നുള്ളതും പുതിയ ഫ്യൂഡ് റോളിൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നീടായിരുന്നു മെയിൻ ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സ് വേഴ്സസ് ഗുന്തർ വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ഫോർ WWE ചാമ്പ്യൻഷിപ്പ്. കൂടുതൽ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത് സൗദി അറേബ്യയുടെ പൊന്നോമന പുത്രനായിട്ടുണ്ടായിരുന്ന സാമി സെയിന് തന്നെയായിരുന്നു. സാമി ഒരു സൗദിക്കാരനല്ല, പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെ സാമി സെയിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സൗദിക്കാർ ധരിക്കുന്ന അല്ലെങ്കിൽ അറബികൾ ധരിക്കുന്ന അതേ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരുന്നു സാമി സെയിൻ റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓബ ഫെമി വിജയിച്ചതുകൊണ്ട് തന്നെ ഓബ ഈ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം വരുമോ എന്നുള്ളതും ഇനി അതല്ല റാൻഡിയുടെ ഒരു റിട്ടേൺ ഇതിലൂടെ കാണുമോ എന്നുള്ളതും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു മാച്ച് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കോഡിയും സാമിയും കൂടി റിംഗ് സൈഡിലെത്തി അനൗൺസർ ടേബിളിന്റെ അവിടെ നിന്നും ഫൈറ്റ് ചെയ്യുകയുണ്ടായി. രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് 2 അനൗൺസർ ടേബിളുകളും ക്ലിയർ ചെയ്തു വെച്ചു. സാമി ആ ഒരു അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് പാക്കേജ് പൈൽ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുള്ള കെവിൻ ഓവൻസിന്റെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ കോഡി അതിന് സമ്മതിച്ചില്ല. കോഡി സാമിയെ എടുത്തുകൊണ്ട് നേരെ പുറകിലുള്ള അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് മറിച്ചിട്ടു. അതെ, സാമി സെയിൻ ആയിരുന്നു അനൗൺസർ ടേബിളിന്റെ മുകളിൽ വീണിട്ടുണ്ടായിരുന്നത്. തീർന്നില്ല, തളർന്നു കിടന്നിട്ടുണ്ടായിരുന്ന ഗുന്തർ ആയിരുന്നു വന്നിട്ട് കോഡിയെ പൊട്ടാതെ കിടന്ന ആ ഒരു അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് പവർ ബോംബ് ചെയ്തത്. അതും ഒന്നല്ല 2 തവണ. ഒരു തവണ ചെയ്തിട്ട് പൊട്ടാത്തത് കൊണ്ട് വീണ്ടും ആ ഒരു അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് പവർ ബോംബ് ചെയ്യുകയുണ്ടായി. ഇത് തന്നെയാണ് തന്റെ അവസരമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗുന്തർ കോഡിയെയും വലിച്ച് റിങ്ങിനകത്തേക്ക് പോവുകയുണ്ടായി. റിങ്ങിലെത്തി അതാ തന്റെ സ്ലീപ്പർ ഹോൾഡ് ചെയ്തു. കോഡി തോറ്റു, ഗുന്തർ വിജയിച്ചു എന്നുള്ളത് 100% ഉറപ്പായി. സ്ലീപ്പർ ഹോൾഡിലൂടെ ഇത്രയും അവശനായിട്ടുള്ള കോഡിക്ക് വിജയിക്കാൻ കഴിയും, തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും കോഡി എഴുന്നേറ്റ് നിന്ന് ഗുന്തറിനെ വീണ്ടും താഴേക്കിട്ടു. പക്ഷെ ഗുന്തർ നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി. ഇത്തവണ കോഡി ശരിക്കും പെട്ടു. കോഡി തളർന്നോ എന്ന് നോക്കാൻ വേണ്ടി കോഡിയുടെ കൈയെടുത്ത് താഴേക്ക് ഇടുകയായിരുന്നു. എന്നാൽ ആ കൈ പിടിക്കാൻ വേണ്ടി 3ാമത്തെ വ്യക്തി വന്നു, സാമി സെയിൻ. അതോടെ കോഡി തോറ്റില്ല. അല്ല എന്നുണ്ടെങ്കിൽ കോഡിയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോയി ഗുന്തർ ചാമ്പ്യനായി മാറിയനെ. ഇതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഗുന്തർ സാമിയുടെ നെഞ്ചത്തിട്ടടിച്ചു. എന്നാൽ സാമി തിരിച്ചടിച്ചത് മോന്തക്കിട്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ചോപ്പുകളും സ്ലാപ്പുകളും അങ്ങനെ നിറഞ്ഞു നിന്നു. സാമി ഗുന്തറിനെ കോർണറിലേക്ക് ഇട്ടു. അദ്ദേഹത്തിന്റെ ഹെല്ലുവക്കിക്ക് ചെയ്തു, പിൻ ചെയ്തു നോക്കി 1, 2. പക്ഷെ ഗുന്തർ തോറ്റില്ല. ഗുന്തർ സാമി സെയിനെ തന്റെ പവർ ബോംബ് ചെയ്യാൻ വേണ്ടി നിന്നു. എന്നാൽ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ കട്ടർ ഫ്രം കോഡി റോഡ്സ് ആയിരുന്നു. കോഡി ക്രോസ് റോഡ്സ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ സാമി അത് റിവേഴ്സ് ചെയ്ത് കോഡി റോഡ്സിനെ ക്രോസ് റോഡ്സ് ചെയ്യുകയുണ്ടായി. ഹെല്ലുവക്കിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയുണ്ടായി. ഗുന്തർ വീണ്ടും വന്നു, സാമി സെയിനെ തന്റെ സ്ലീപ്പർ ഹോൾഡ് ചെയ്തു.
എന്നാൽ സാമി തിരിഞ്ഞ് ഗുന്തറിനെ സ്ലീപ്പർ ഹോൾഡ് ചെയ്തു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് ചെയ്യുകയുണ്ടായി സാമി സെയിനെ തന്നെ. ഒരു തവണ ചെയ്ത് രണ്ടാമത്തെ തവണ ചെയ്യാൻ വേണ്ടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എടുത്തുയർത്തി. എന്നാൽ ഇത്തവണ സാമി സെയിൻ അതൊരു റോളപ്പിന്നാക്കി മാറ്റി ആ ഒരു മാച്ചിൽ വിജയിച്ചിരിക്കുന്നു. റോളപ്പിന്നിലൂടെ ഒരു ചാമ്പ്യൻഷിപ്പ് കൈമാറ്റം ചെയ്തിരിക്കുന്നു, അതും വേൾഡ് ചാമ്പ്യൻഷിപ്പ്. സാമി സെയിൻ ഈസ് ദ ന്യൂ WWE ചാമ്പ്യൻ. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു സാമി സെയിൻ്റെത്. റോമൻ റെയിൻസും ബ്ലഡ് ലൈനുമായിട്ടുള്ള ആ ഒരു സ്റ്റോറി ലൈനിൽ സാമി സെയിൻ വേൾഡ് ചാമ്പ്യനായി മാറുമെന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവസരമാണ് കോഡി റോഡ്സ് അന്ന് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു തട്ടിയെടുത്ത കോഡി റോഡ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ WWE ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തിരിക്കുന്നു സാമി സെയിൻ. സാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ സാമിയെ ഏറ്റവും പ്രിയപ്പെട്ടവനായി കാണുന്ന സൗദി അറേബ്യൻ നാട്ടിൽ വെച്ച് സാമി സെയിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുത്തത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. ജോൺസിനെ തന്റെ ആദ്യ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചപ്പോൾ ഫാൻസിന്റെ കൂടെ എങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഫാൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു സാമി. എന്തായാലും സാമിക്ക് കിട്ടിയത് നല്ലൊരു മൊമെന്റ് തന്നെയായിരുന്നു. ഇനി എങ്ങനെയാണ് ഒരു ചാമ്പ്യൻഷിപ്പ് സാമി സെയിൻ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടിപൊളിയായിട്ട് ഉപയോഗിച്ചാൽ സ്മാക്ക് ഡൗണിന്റെ റേറ്റിംഗും കൂടും, എല്ലാവർക്കും ഇഷ്ടവും പെടും. ഇനി സാമിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വരവാണ്. യെസ്, കെവിൻ ഓവൻസിന്റെ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.